കാസ്ട്രോ ഗെയിമിംഗ് WRLKVO KV എടാ വാറാന്നോ MRC ആയിട്ട് വാറാന്നോ KVA മാലിക് ഇഷ്യൂവോ മനസ്സിലായല്ലോ ഷെയ്ക്കാ എന്താണ് കാസ്ട്രോ ആയിട്ട് എന്തോ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാരും ചാറ്റില് ചാറ്റ് പറയുന്നത് കോൾ ഷെയ്ക്ക് എന്തോ കാസ്ട്രോ പാമ്പ് എന്തെല്ലോ പറയുന്നുണ്ട് മാലിക് ഇഷ്യൂ മാലിക് അന്ന് നമ്മളടുത്ത് വന്നില്ലേ അപ്പൊ അന്ന് നമ്മളിങ്ങനെ പറഞ്ഞില്ലല്ലോ നീ നിന്നോ എന്നുള്ള സംഭവം നമ്മൾ പറഞ്ഞില്ലല്ലോ ഓനടുത്ത്. അപ്പൊ ഓൻ തിരിച്ചു പോണ സമയത്ത് ഓന് എനിക്ക് തോന്നുന്നത് ഡബിൾ മൈൻഡ് ആയി തോന്നുന്നുണ്ട്. അപ്പൊ ഓൻ KVന്ന് ഇറങ്ങിയാലോ എന്നുള്ളൊരു സംഭവം ചോദിച്ചു, ഇങ്ങനെ ഹിറ്റ്മാനോട് ചോദിച്ചു. മനസ്സിലായോ? അപ്പം ഇവര് എന്താ വെച്ചാല് 1 വീക്ക് മുമ്പ് ഒരു KVക്ക് ഇതുണ്ടായിരുന്നു, എന്താ പറയാ, അതായത് ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാല് മാലിക് ഗ്യാങ് ഹൗസിൽ വന്നു. അപ്പൊ മാലിക്കിന് MRC കയറാൻ ആഗ്രഹം വന്നു. അത് പോയിട്ട് KVന്റെ അടുത്ത് പോയി പറഞ്ഞു ഞാൻ KVന്ന് ഇറങ്ങാൻ MRC കയറുവാന്ന് പറഞ്ഞു. അല്ല അത് നോർമൽ അല്ല, ഇതെന്താ ഇഷ്യൂ വരാൻ എന്താ കാര്യം? ഒന്നാമത്തെ വെച്ചാല് ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാല് ഒരാഴ്ച മുമ്പ് KVന്റെ ഇതുണ്ടായിരുന്നു, എന്താ മീറ്റപ്പ്. അപ്പോഴും കൂടി ഓനോട് എല്ലാരും ചോദിച്ചു നീ ഗ്യാങ്ങിന്ന് MRC പോകുന്നുണ്ടോ എന്നുള്ളൊരു സംഭവം ചോദിച്ചു. അപ്പം ഞാൻ ഇത് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഓനോട് ഇപ്പം അത്യാവശ്യം സിനിമാറ്റിക്സ് ഒക്കെ ചെയ്യണല്ലേ, അപ്പൊ നമ്മളോട് റിക്രൂട്ട്മെന്റ് കൊടുക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ ഓൻ്റെ അടുത്ത് ആണെന്നുണ്ടെങ്കിൽ കേറിക്കോ നമ്മളെ ഗ്യാങ്ങിൽ സ്ലോട്ട് ഉണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പൊ അന്ന് 2 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പറഞ്ഞിട്ടില്ല, കാരണം അവന് KVനോട് കമ്മിറ്റ്മെന്റ് ആണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞിട്ടില്ല. പിന്നെ അന്ന് ഗ്യാങ് ഹൗസിലൊക്കെ വന്ന് പോയതിനു ശേഷമാണ് പിന്നെ ഓനക്ക് MRC കയറിയ കൊള്ള എന്നുള്ളൊരു സംഭവം കരുതിയത്. മനസ്സിലായോ? അത് അതിന് ശേഷം ഒരു മിനിറ്റ് എടാ നിങ്ങൾ ഇവിടെ ഇതാക്കുന്ന ആ ഡോർ അടിച്ചേ, ഞാൻ ഇവിടെ ഒരു സീരിയസ് കാര്യം സംസാരിക്കാം. ഡോർ അടിക്കുക, സംസാരിക്കുന്നവർ അപ്പുറമായിട്ടും പോയി സംസാരിക്കുക, മുകളിലാരും പോ. പറ. എന്നിട്ട് കാസ്ട്രോ നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? കാസ്ട്രോ നമ്മളെ കുറിച്ചല്ല, അഥവാ ഓഡിയൻസിന്റെ WRL എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ ഇട്ടുകൊണ്ട് കുറെ കാര്യം പറഞ്ഞോ. ആ ടൈറ്റിൽ എന്താ പ്രശ്നം? WRL എന്ന് പറഞ്ഞാണ്ട് ഇവിടെ പൈസ കണ്ടുകൊണ്ട് വന്നതാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അഥവാ മാലിക് ഇത് ഒന്നാമെന്ന് വെച്ചാല് അന്ന് മീറ്റപ്പിന് എല്ലാരും ചോദിച്ചു, അഥവാ നീ പോകുന്നുണ്ടോ ചോദിച്ചപ്പോ ഇല്ലടാ KV നിന്നെ ഇറക്കി വിട്ടാലും ഞാൻ പോകൂല എന്നാണ് അവൻ പറഞ്ഞത്. അന്നൊക്കെ ഓന്റെ മൈൻഡ് അങ്ങനെയാണ്. പിന്നെ പെട്ടെന്ന് ഓന്റെ മൈൻഡ് ഇവിടെ വന്ന് നിന്നാ കൊള്ളാം, ഓനക്ക് മേ ബി ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് തിങ്ക് ചെയ്ത് കണ്ട് അല്ല അതിലെന്താ തെറ്റോ? എനിക്ക് ഓന്റെ ലൈഫിലും ബെനിഫിറ്റ് അതാണെങ്കിൽ ഓൻ അത് സെലക്ട് ചെയ്യണ്ടേ? കാസ്ട്രോ എന്തൊക്കെയോ ലൈവില് കാസ്ട്രോ ഓന് പൈസ അയച്ചു കൊടുത്തത് അങ്ങോട്ട് ഇങ്ങോട്ടാക്കിയതൊക്കെ എന്തൊക്കെയോ കുറച്ച് പറഞ്ഞു. അതെന്തോ അത് ലീവ് ചെയ്യാ, കുഴപ്പമില്ല. അത് നമ്മളങ്ങനെ കുറെ പറഞ്ഞു. എന്താണ് കറക്റ്റ് എന്താ പറഞ്ഞ? എത്രാമത്തെ മിനിറ്റിലാന്നറിയോ തുടങ്ങി? വേണം സ്റ്റാർട്ടിങ്ങിലൊരു 15 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞാ പറയുന്നുണ്ട്, അത്യാവശ്യം ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. മറിയുടെ സൗണ്ട് അല്ലേ അത്? അതെ അതെ, അത് മറ്റേ WKV ഇപ്പോ ഞാൻ സിറ്റിയിലാ, ഞാനത് തിരക്കാ ലൈവ കുഴപ്പമില്ല പറഞ്ഞോ. സ്ട്രൈറ്റിൽ കൊണ്ടുപോയി പോയി. അപ്പൊ ഞാൻ നമുക്ക് ഇടങ്ങാറാണോ? നമുക്ക് ഇടങ്ങാറ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഓനെ KVന്ന് ഓല് പുറത്താക്കി. മനസ്സിലായോ? പുറത്താക്കി. അപ്പൊ നല്ലല്ലേ, കഴിഞ്ഞല്ലോ. ഓനെ പുറത്താക്കി, ഓനെ റിമൂവ് ചെയ്ത്, ഓരോന്നും പറയാതെ പെട്ടെന്ന് റിമൂവ് ചെയ്ത്. റിമൂവ് ചെയ്ത് മീൻസ് ഞാൻ ചോദിക്കുന്നത് ഇവൻ KVന്ന് ഇറങ്ങി MRC കയറിക്കോട്ടെ എന്ന് ചോദിച്ചു, അതിനെന്തിനാ റിമൂവ് ചെയ്യുന്നത്? അത് അക്സെപ്റ്റ് അവർക്ക് ഇതാക്കിയാ പോരാ? അത് ഒരു നല്ലൊരു ഗുഡ് ബൈ കൊടുത്ത് വിടുന്നതല്ലേ? അതല്ല അതിന്റെ ഒരു മര്യാദ. ഓരെ സംബന്ധിച്ച് ഇതാണ്, ഓര് ചോദിച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞു, പെട്ടെന്ന് വന്നാണ്ട് പോവാണെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു സംഭവമാണ് ഓര് പറഞ്ഞത്. അതാണ് ഓര് 1.5-2 കൊല്ലമായിട്ട് എന്തോ അവിടെ കളിക്കുന്നുണ്ട്. അപ്പം മെമ്പേഴ്സിനോടൊക്കെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായതുകൊണ്ടാണ് അത്ര കാലം വരാഞ്ഞത്. നമ്മുടെ അടുത്ത് പോലും വരാനില്ല എന്ന് പറഞ്ഞത്. ഇവിടെ ഫ്യൂച്ചർ ഉണ്ടായിട്ട് മോനെ അവിടെ കമ്മിറ്റ്മെന്റ് ഉണ്ടായതുകൊണ്ടാണ് വരാഞ്ഞത്. പിന്നെ അവന് പെട്ടെന്ന് നല്ലതാണെന്ന് തോന്നിയതുകൊണ്ട് അവന്റെ ഡിസിഷൻ മൈൻഡ്. ഞാൻ ഒന്ന് മാലിക്കിനോട് സംസാരിക്കട്ടെ, നീ ഒന്ന് മാലിക്കിനെ കണക്ട് ചെയ്തരോ? ഓക്കെ മാലിക്കിനോട് VC വരാൻ പറയാം. VC വരാൻ പറയാം. ഏത് VC? MRC പ്രൈവറ്റിൽ വരാൻ പറ. പ്രൈവറ്റിൽ വരാൻ പറയാം. എടാ ഇതില് ഞാൻ മോശമായിട്ടൊന്നും കാണുന്നില്ല. അവര് പുറത്താക്കി എന്നുള്ളത് ചെറിയൊരു മോശമാണ്, അല്ലാണ്ട് എന്താ നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? മോശം പറഞ്ഞോ? മണി ടോക്സ് സ്റ്റോറി, മണി കാസ്ട്രോ ഈസ് സ്മോക്കിംഗ് MRCയോ? നമുക്ക് കാര്യത്തിലോട്ട് വരാം. മറിയ DC സൗണ്ട് അല്ലേ അത്? മറിയയുടെ സൗണ്ട് അല്ലേ അത്? അതെ അതെ, അത് മറ്റേ
ആദ്യത്തെ സൗണ്ടായിട്ട് എന്താണ് കേവിൽ നടക്കുന്നേ? ഓക്കെ, അപ്പോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അതിനാണ് ഞാൻ ഇന്ന് BGMI വരച്ചിട്ട്, കാരണം പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ പിന്നെ ഇന്ന് ഞാൻ ആണോ? ഓക്കെ 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 ഓക്കെ. മാലിക്കിന് ഇല്ല, മാലിക്കിന് ഇതിൽ MRCയിൽ എടുത്തില്ല. MRCയിൽ ഇതുവരെ എടുത്തില്ല. ഓൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇതിന് ഇവർ ഇത്രയും സീനൊക്കെ നിനക്കറിയില്ല. നോക്കട്ടെ, ഞാൻ കണ്ടോക്കട്ടെ. എനിക്കറിയണ്ടെങ്കില് ഞാൻ ഇന്ന് BGMI ഉള്ളാക്കിച്ചിരുന്നു. അപ്പോഴാണ് ഞാൻ മറ്റേ കാസ്ട്രഡി മറ്റേ ചാനൽ ലൈവ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കിയപ്പോൾ ഉണ്ട് ഗ്രൂപ്പിൽ എന്തൊക്കെയോ നടക്കുക, എന്തൊക്കെയോ ചർച്ചകളൊക്കെ, എന്തൊക്കെയോ പ്രശ്നങ്ങൾ. ഞാൻ അപ്പോൾ നോക്കുമ്പോഴാണ് കുറെ പ്രശ്നങ്ങളും എന്തൊക്കെയോ സംഭവം നടക്കുക. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം വന്ന കാര്യം തന്നെ എല്ലാം അറിയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവം അറിയുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോ ലിറ്ററലി എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിലോട്ട് വരാം. പക്ഷെ അതിലോട്ട് വരുന്നതിന് മുന്നേ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. ഐശ്വര്യമായിട്ട് നമുക്ക് KVയുടെ മീറ്റപ്പിന്റെ വ്ളോഗ് ചേർന്നു. ആർക്കെങ്കിലും ഈഗോ അടിച്ചിട്ട് സൂപ്പർ ചാറ്റ് ഒക്കെ ആണെങ്കിൽ ചെയ്തോട്ടോ, കുഴപ്പമില്ല. ഉണ്ടോ അപ്പുറത്തെ റിസോർട്ട് കയർ ഏത് ഇത് എപ്പാ സംസാരിക്കുന്നേ? 20 മിനിറ്റ് സ്കിപ്പോ? അതായത് അങ്ങനെ 20 മിനിറ്റ് സ്കിപ്പ് അടിക്കുക. 3 കാര്യങ്ങൾ പറയാൻ പോകുന്നു പറഞ്ഞിട്ടില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ തോന്നി, അങ്ങനെ വന്നാണ്. സോ ഞാൻ ഒറ്റ കാര്യം, അതായത് ഇപ്പൊ ഇവിടെ KV ഹേറ്റേഴ്സ് ഉണ്ടാവും. ഈ കാണുന്നതിനെ എന്റെ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരു 300-400 പേരുണ്ടാവുള്ളൂ. ബാക്കിയുള്ള ഇനിയിപ്പോ ഉള്ള ആൾക്കാരെല്ലാവരും ഇതേപോലെ ഈ ഇഷ്യൂ കോൺട്രവേഴ്സി കാണാൻ വേണ്ടി വന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ ഇവിടെ നെഗറ്റീവ് വരാൻ വേണ്ടി വന്നവരായിരിക്കാം, വാട്ടെവർ. കാരണം ഈ ഒരു കോൺട്രവേഴ്സി മാത്രം വരുമ്പോൾ കുറെ വ്യൂസ് ഉണ്ടാവും. പക്ഷെ ആ ഒരു വ്യൂസ് നമുക്ക് കിട്ടിയിട്ട് പ്രത്യേകിച്ച് ആ കോൺട്രവേഴ്സി ഉണ്ടാക്കി കുറച്ച് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മേ ബി വരുന്നതെന്ന് പറയുന്നതോട് പറയാണ്. ഞാൻ ഒന്നാമത്തെ കേസ് ഞാൻ കാലങ്ങളായിട്ട് ഇപ്പോൾ അടുത്ത കാലത്തൊന്നും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒരു കോൺട്രവേഴ്സികൾ ഒരു സംഭവത്തിൽ നിൽക്കാറില്ല. ഈവൻ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ പോലും ഞാൻ ഒരു തലത്തിൽ ഞാൻ ഒന്നിലും ഇടപെടാനോ നിൽക്കാറില്ല. ഞാൻ എന്തെങ്കിലും പണ്ടാറാട്ടച്ചിനെ ഒഴിവാക്കി പോകാറുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഒരു കോൺട്രവേഴ്സി ലൈവ് വന്നു കഴിഞ്ഞാൽ ആ വരുന്ന വ്യൂസോ അല്ലെങ്കിൽ ആ ഒരു VC അല്ല, ഞാനത് കാണട്ടെടാ. ഒരു മിനിറ്റ്, VC കയറാം. VCയിൽ വന്നോ? മാലിക്കിനെ കാണുന്നില്ലല്ലോ. ഷെയ്ക്ക് എടാ കേൾക്കുന്നുണ്ടോ? ഒരു സെക്കൻഡ്, ഞാൻ സ്പീക്കർ മാറ്റട്ടെ. എടാ ഞാൻ ആ വീഡിയോ ഒന്ന് കാണട്ടെ. ഒരു മിനിറ്റ്, ഞാൻ പ്ലേ ചെയ്യുവാണെങ്കിൽ ശരി കാണാവോ? സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ ആ ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് കിട്ടിയിട്ട് നമ്മുടെ ഒരു ചാനലിൽ നമ്മുടെ ഗ്രൂപ്പിന് ഒരു ഉപകാരം കിട്ടാൻ പോകുന്നില്ല. ഒന്നാമത്തെ കേസ് ഈ ഒരു വാച്ചിങ് വരുന്ന ആൾക്കാരോട് പറയാനുള്ളത്, അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടിയിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ട് ഒരു ഉപകാരം നമുക്ക് കിട്ടാൻ പോകുന്നില്ല. സോ ഈ ഒരു വാച്ചിങ് കൊണ്ട് നമുക്ക് ഒരു യൂസും ഇല്ല. ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം പറയേണ്ടി മാത്രമാണ് വന്നുള്ളത്. ഇപ്പോൾ ലൈവ് വന്നുള്ളത് ഒന്നാമത്തെ കേസ് ഈ ഒരു മാലിക്കിന്റെ ലൈവ് ഉണ്ടായിരുന്നു. അപ്പൊ അത് നല്ല രീതിയിൽ ഞാൻ കണ്ടപ്പോ വെച്ചാൽ എനിക്ക് തോന്നിയ കേസ് നിങ്ങൾക്ക് തോന്നിയ അറിയില്ല, നല്ല രീതിയിൽ അത് KVക്ക് അത് ഹെയ്റ്റ് വരുത്തുന്ന രീതിയിൽ. എന്താ പറഞ്ഞത് മാലിക്? എന്താ പറഞ്ഞ ലൈവില്? ഹലോ മാലിക്, നീ എന്താ ലൈവില് പറഞ്ഞ? KVക്ക് ഹെയ്റ്റ് വരുത്തുന്ന രീതിയിലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ലൈവ് തുടങ്ങുമ്പോഴേ പറയുന്നുണ്ട്, എന്തായത് KVക്ക് ഉള്ള കോൺട്രവേഴ്സിക്കുള്ള ലൈവ് അല്ല, ഒന്നുമില്ല. അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലൈവ് കാണണ്ട. ഞാൻ എന്റെ സൈഡ് മാത്രം പറയാൻ വേണ്ടിട്ടാണ്. എന്താ നീ പറഞ്ഞത്? ചുരുക്കി പറഞ്ഞ. ഞാൻ പറഞ്ഞു ഇറങ്ങാനുള്ള റീസൺ പറഞ്ഞു. എന്താ റീസൺ? ഞാൻ അവിടെ വന്നപ്പോ ഇങ്ങനെ MRCക്കാരന് തോട്ട് വന്ന് എല്ലാരും പറഞ്ഞപ്പോ ഡബിൾ തോട്ട് വന്നപ്പോ പറഞ്ഞ്. അതിലിപ്പോ തെറ്റുണ്ടോ? അതിൽ തെറ്റൊന്നുമില്ല. നീ വേറെന്തെങ്കിലും ഹെയ്റ്റ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യം പറഞ്ഞോ? ഈ KVന്ന് ഇറങ്ങുന്നു, MRC കയറുന്നു, അങ്ങനെ ഒരു ആഗ്രഹം നീ പ്രകടിപ്പിച്ചു. അതല്ലാണ്ട് നീ എന്തെങ്കിലും അവരെ മോശം പറഞ്ഞോ? ലൈവ് നിർത്തിയ ടൈമില് കുറച്ച് ബാഡായിട്ട് നിർത്തി. അത് ലൈക്ക് ആ ടൈമില് ഓഡിയൻസ് ഓരോന്ന് പറഞ്ഞ് ആകെ ബാഡാക്കിയപ്പോ ഞാൻ പറഞ്ഞപ്പോ തന്നെ ഇല്ല, ഞാൻ അറപ്പ് നിർത്തുകയാണ്. ഓഡിയൻസ് എന്താ പറഞ്ഞതിനാ? ഓഡിയൻസ് ഇങ്ങനെ ബാഡാവുന്ന രീതിയിലും എന്താണ് പറഞ്ഞതെന്ന് പറ, പെട്ടെന്ന് റീസണ ഭൂമി റീസണാണ് അങ്ങനെ ആ രീതിയിൽ സംസാരിച്ചു. റീഷോസ് കാണുന്ന റീസൺ അല്ല.
എന്ത് റീസൺ എന്ന് പറഞ്ഞ? എന്താ അല്ല അവരെന്ത് റീസൺ എന്ന് പറയുന്നത് നീ ഇറങ്ങുന്നത്? അല്ല ഇവൻ പറഞ്ഞ റീസൺസ് അല്ല, ഊമ്പിയ റീസൺസ് ആണ്, ഒന്ന് വാലിഡ് ആയിട്ടുള്ള റീസൺസ് അല്ല. അങ്ങനെ ഓഡിയൻസ് പറഞ്ഞു. അപ്പൊ അവന് ബാഡായിട്ട് അങ്ങനെ ആപ്പി നിർത്തുകയാണ്, എന്നാ ഞാൻ കളിക്കുന്നില്ല. അഥവാ ഇവനെതിരെ കുറെ ഇവരെന്താ പറയാ, നമ്മൾ കുറെ ആൾക്കാർ നമ്മള് ഈ കെവിന്റെ ഓഡിയൻസിന്റെ കുറെ കമന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു വീഡിയോ ഇതേമാതിരി ഇറങ്ങിനു, ഹിറ്റ്മാൻ ലൈവില് പറഞ്ഞതിന്റെ പേരില് ഒരു വീഡിയോ ഇറങ്ങിനു, കെവി മാലിക്ക് പോയി എന്നുള്ള പറഞ്ഞതിന്റെ താഴത്ത് ഫുൾ കെവി ഓഡിയൻസ് കൂടുതലും എഴുതി വിട്ടത് MRC ഫുള്ള് പൈസ കൊടുത്താണ്ടാണ് പർച്ചേസ് ചെയ്യുന്നത് പ്ലേയേഴ്സിനെ, മണി ടോക്സ് മണി വിൻസ് എന്നുള്ള രീതിയിൽ. അപ്പം പൈസ കൊടുത്താണ്ട് പർച്ചേസ് ചെയ്യാനാണ് നിയാതെ നമുക്ക് നല്ല നല്ല പ്ലേയേഴ്സിനെ പർച്ചേസ് ചെയ്തൂടെ? മാലിക് ഒരു PVP പ്ലെയർ അഥവാ ഒരു വാവ് പ്ലെയർ അല്ല, മനസ്സിലായോ? നല്ല കുഴപ്പമില്ലാത്ത പ്ലെയർ ആണെന്നേ ഉള്ളൂ. നമുക്ക് നല്ല PVP ഉള്ള നല്ല പ്ലേയേഴ്സിനെ നമുക്ക് വേണമെങ്കിൽ. ഞാൻ പറയുന്നത് നമ്മളിൽ പൈസ ഇട്ടിട്ടുണ്ട്, ശരി. അത് ചില ആൾക്കാർ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നു, പൈസ കൊടുക്കാണ്ട് വാങ്ങുന്നു. നമ്മൾ പൈസ അതൊന്നും ഇവിടെ വിഷയം. അതെന്താ അതിലെന്താ മാറ്റർ? അതിലെന്താ പ്രശ്നം? പൈസ കൊടുത്ത് മേടിച്ചു പൈസ കൊടുത്ത് മേടിച്ചാൽ തന്നെ എന്താണ് പ്രശ്നം? ഇതിലെന്താണ് കുഴപ്പമുള്ളത്? എനിക്ക് മനസ്സിലാകുന്നല്ലോ. വെച്ചിട്ടാണ് ആ ലൈവാണ് ഉണ്ടാക്കിയുള്ളത്. അത് ലിറ്ററലി നിങ്ങളുടെ ഭാഷ പറയുന്നത് അതൊരു ബിഹേവിയർ ആയിട്ടാണ് തോന്നിയുള്ളത്. അത് ലൈക്ക് ലാസ്റ്റ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം അവന് ലൈവ് ഉണ്ടാക്കുന്നു, ഞാൻ RP നിർത്തുന്നു, ഞാൻ എവിടെയും കയറുന്നില്ല, ഞാൻ MRC കയറുന്നു, ഞാൻ എവിടെയും കയറുന്നില്ല, ഞാൻ RP നിർത്തുന്നു എന്ന് പറഞ്ഞാൽ ഇതാക്കി പോകുന്നത്. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്തിനു വേണ്ടിയാണ് അത് അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കിയുള്ളത് എന്നുള്ളത്. ലിറ്ററലി അത് കെവിക്ക് അത് ഹെയ്റ്റ് ആക്കി കൊണ്ടുപോകാൻ. അതെങ്ങനെയാണ് കെവിയൊക്കെ ഹെയ്റ്റ് ആകുന്നത്? എനിക്ക് മനസ്സിലായി. ഇവന് ഓവർ തിങ്ക് ചെയ്യുന്ന കേട്ടോ, കാസ്ട്രോ ഓവർ തിങ്ക് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. ഇത് വെറുതെ ഇതിലെന്താണ് കെവിയൊക്കെ ആയിട്ടുള്ളത്? ഓക്കെ, നീ എന്താ ലാസ്റ്റ് പറഞ്ഞത്? ഞാൻ കെവിയിലും കയറുന്നില്ല, MRCയിലും കയറുന്നില്ല, RP നിർത്തിയെന്ന് പറഞ്ഞിട്ട് ലൈവ് എൻഡ് ചെയ്തു. അതിലെന്താണ് കെവിയൊക്കെ എന്താണ് ഹെയ്റ്റ്? എനിക്ക് മനസ്സിലാകുന്നല്ലോ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കെവിക്ക് അത് ലിറ്ററലി അത് ഹെയ്റ്റ് ആക്കുന്ന രീതിയിലാണ് ഇതാകുന്നത്. ഞാൻ ഇന്നലെ ലൈവ് വന്നിരുന്നു. ഞാൻ ഇന്നലെ ലൈവ് വന്നിട്ട് ഞാൻ മാലിക്കിന്റെ കേസോ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അക്ഷരം വേണ്ടിയോ? ഞാൻ ഒന്നും വേണ്ടിയില്ല, ഞാൻ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. ഞാൻ ആകെ ഒരു സാബുവിന്റെ ചാറ്റിൽ പറഞ്ഞു നമ്മളിന്ന് ഒരാൾ പോയി, അത്രേ പറഞ്ഞുള്ളൂ. അതിലാണ്ട് ഞാൻ ആ ഒരു സംഭവത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവനെ നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ അവൻ പോയതിനെ കുറിച്ചിട്ട് ഞാൻ ഒരു അക്ഷരം ഇന്നലെ വേണ്ടിയില്ല. ഇന്നലെ ചാറ്റിൽ വന്നിട്ട് ഓരോരുത്തർ ചോദിച്ചിരുന്നു മറ്റേ മാലിക്ക് പോയിന്റ് അല്ലെങ്കിൽ അതിന്റെ കേസ് പറഞ്ഞു. ഞാൻ ഒരു അക്ഷരം ഒന്നും വേണ്ടിയിട്ടില്ല. കാരണം ഇതിനു മുന്നേ കുറെ ആൾക്കാർ പോയിട്ടുണ്ട് ഗൈസ്, ഇതിനു മുന്നേ ആൾക്കാർ പോയിട്ടുണ്ട്. ഇതിനു മുന്നേയും എനിക്ക് ഒരു കാര്യത്തിന് ഇപ്പൊ ഈ പറയുന്ന കുറെ പേര് പറയുന്നുണ്ട്, ഇപ്പോ മാലിക്ക് കെവി വിട്ടു പോയി അല്ലെങ്കിൽ കെവിന്ന് ഇറങ്ങിപ്പോയി, അവൻ ഒരു വേറൊരു ബെറ്റർ ഗ്യാങ്ങിൽ കയറി, അല്ലെ ഇതിനേക്കാൾ അടിപൊളി ഗ്യാങ്ങിൽ അവന്റെ ഒരു കരിയർ ഇതിനു വേണ്ടി ഗ്യാങ്ങിൽ കയറി. എനിക്ക് അവരോട് അങ്ങനെ പറയാനുള്ള എനിക്ക് അങ്ങനെ പറയുന്നവരോടല്ല, അങ്ങനെ ഇതാക്കുന്നവർ എന്തിന് മാലിക്കിന് ഹെയ്റ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്തിന് ഇപ്പൊ ബാക്കി KV ഫാൻസും അല്ലെങ്കിൽ നമ്മുടെ KV സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഗ്യാങ്ങിലുള്ള ആൾക്കാർ എന്തിന് മാലിക്കിനെ ഇത്രയും ഹെയ്റ്റ് ആക്കി എന്നുള്ളതിന് റീസൺ ഞാൻ പറഞ്ഞുതരാം. എനിക്കൊന്ന് ഒരാഴ്ച ആയിട്ടുള്ള ഒന്നുണ്ട്. കൊച്ചാപ്പി KV ഉള്ള അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. കൊച്ചാപ്പി KV ഉള്ളതാണ്. ഒരാഴ്ച ആയിട്ടുള്ളൂ ഒരാഴ്ച ആയിട്ടുള്ള തോന്നുന്നു. കൊച്ചാപ്പി MRC കയറി. ഈ പറയുന്ന ഹെയ്റ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹെയ്റ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഒരു റേജോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇഷ്ടക്കേടോ അല്ലെങ്കിൽ ഈ KV ഫാൻസിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ KV ഗാങ്ങിന്റെ ആൾക്കാരുടെ ഭാഗത്തുനിന്നോ ഇതേപോലത്തെ ഒരു സപ്പോർട്ട് ഒരു ഇഷ്ടക്കേട് കൊച്ചാപ്പിക്ക് വന്നിട്ടുണ്ടോ? ലൈക്ക് കൊച്ചാപ്പി ഇപ്പൊ MRCയിൽ തന്നെ കയറിയില്ല, MRC കയറിയുള്ളത് അവന് വന്നിട്ടുണ്ടോ? അതിന് മുന്നേ എനിക്കൊന്ന് കുറെ കാലം മുന്നേ ഫാൽക്കൺ KV ഉള്ളായിരുന്നു. ഫാൽക്കൺ പോയതിനു ശേഷം ഇതേപോലത്തെ രീതിക്കുള്ള മേ ബി ഒന്നോ രണ്ടോ നമ്മൾ അത്രയും കമ്മിറ്റഡ് ആയി നിൽക്കുന്ന ആൾക്കാർ ഇഷ്ടപ്പെടാത്തതുണ്ടാവും. പക്ഷെ അതെല്ലാണ്ട് പൊതുവെ ഇപ്പൊ ഈ മാലിക്കിന്റെ കേസിൽ വന്നിട്ടുള്ള പോലത്തെ ഇതേപോലത്തെ ഒരു ഹെയ്റ്റ് അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു റേജ് KV ഫാൻസിന്റെ ഭാഗത്തുനിന്ന് മാലിക് ഇറങ്ങോണ്ട് പ്രശ്നം എന്താ? ബാക്കി ആരും ഇറങ്ങിയപ്പോണ്ടായിട്ടില്ലല്ലോ. മനസ്സിലാവുന്നില്ല പുറത്ത് പറയുന്നത് നമുക്ക് ഒരിക്കലും ജന്മത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത റീസണുകളൊക്കെ അല്ലെങ്കിൽ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണേ. അത് ഞാൻ ആക്കാം. അതിന് നിന്നോട് ആരോട് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ഇവന്റെ ഇത് അത് ചത്ത് കിടന്ന ഇവൻ പറയട്ടെ. ഇത് ഈ ഓക്കെ ചില പല ആൾക്കാരുടെയും ഡയറക്ട്ലി ഇൻഡയറക്ട്ലി തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇവരൊക്കെ ക്യാപ്ഷനുകൾ ഞാൻ കാണുന്നുണ്ട്. കാസ്റ്റോടെ കാര്യമല്ല ഞാൻ പറയുന്നത്, വേറെ പലരുടെയും സാധനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിനകത്ത് ഈ പൈസ എന്നുള്ളൊരു സാധനം കൊണ്ടുവരുമ്പോ ആലോചിക്കുക ഇവര് ഇതിനകത്ത് ഇൻവോൾവ് ആക്കുന്നത് ബാക്കിയുള്ള 34 പ്ലേയേഴ്സിനും ഇന്നത്തെ ചാറ്റ് ഞാൻ പറയുന്നത് 34 പ്ലേയേഴ്സിനെ കാശ് കൊടുത്ത് വാങ്ങുന്ന രീതിയിൽ MRCക്ക് പറ്റുമെങ്കിൽ ബാക്കി ഒരാളെ കൂടെ വാങ്ങിക്കാൻ എളുപ്പമാണ് പോലും. 34 പ്ലേയേഴ്സ് കാശ് കൊടുത്തതിന്റെ കൊണ്ടുപോവാ കാണിക്ക്.
കമ്മിറ്റ്മെന്റും നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടും പ്രോപ്പർ ആയിട്ടുള്ള സ്കിൽഫുൾ ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇമാതിരി അപരാധ വർത്താനം അവിടെ ഇവിടെ പോയി പറയുമ്പോൾ ആലോചിക്കണം. എടാ ഇനി പൈസ കൊടുത്ത് വാങ്ങിയാൽ തന്നെ ആർക്കാണ് ഇത്ര ഛേദം? എന്താണ് കാശ് കൊടുത്ത് വാങ്ങിച്ച് അത് ആർക്കാ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ കൊടുത്തിട്ടില്ല ഒന്നാമത്തെ കാര്യം. കൊടുത്ത് വാങ്ങി തന്നെ പ്രശ്നം എന്താന്ന് ഞാൻ ചോദിക്കണേ. ഇവിടെ ആരൊക്കെ പൈസ കൊടുക്കാത്ത ആർക്കാ? വേറെ എത്ര ഗ്യാങ്സ് ഉണ്ട് പെയ്ഡ് പ്ലേയേഴ്സ് കളിക്കുന്നത്? അതൊക്കെ ഒന്ന് ചെകഞ്ഞു നോക്കട്ടോ എല്ലാരും. നമ്മളെ കൊടുത്തിട്ടില്ല, നമ്മൾ ഇതുപോലെ പെയ്ഡ് ആയിട്ട് കളിക്കുന്ന ഗ്യാങ്സ് ഉണ്ടോ എന്ന് ചിന്തിക്കും. ഞാനത് പറയുന്നില്ല. പിന്നെ എന്തിനാ നമ്മളെ പറ്റി ഇങ്ങനെ പറയണേ? അപ്പൊ എടാ ഞാൻ പറയുന്നത് ഈ ഓഡിയൻസ് പറയുന്നത് എന്തേലും അത് നോക്കണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ചാറ്റിന്റെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മളെ ചാറ്റ് അത്ര നല്ലതൊന്നുമല്ല, മനസ്സിലാവും? അതെ, ഈ ചാറ്റ് KVA ഫാൻസ് ചാറ്റിൽ വന്ന് പറയുന്നത് നോക്കണ്ട, അത് എന്തേലും ആവട്ടെ. ഇപ്പൊ നമ്മളെ ഫാൻസും അവിടെ പോയി വല്ലതും പറയുന്നുണ്ടാവാം, അത് വിട്. ഈ ഓഡിയൻസ് ടോക്ക് പോട്ടെ. ഞാൻ ചോദിക്കുന്നത് ഈ കാസ്ട്രോ നമ്മളെ കുറിച്ച് എന്തെങ്കിലും, എനിക്ക് ഞാൻ ഇത് ഫുള്ളിരുന്ന് കാണണം, കാസ്ട്രോ നമ്മളെ കുറിച്ച് എന്തെങ്കിലും മോശം പറഞ്ഞോ? അത് മാത്രമേ എനിക്ക് അറിയണ്ടോ? നമ്മളെ പറ്റിയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല, അപ്പൊ പിന്നെ കാണണ്ടല്ലോ. ഇത് കാണണോ? അത് കാണേണ്ട ആവശ്യമൊന്നുമില്ല. അത് മാലിക്കിനാണ് കാര്യമായിട്ട് ഇതിൽ പറയുന്നത്. ഓന് ഒരു 100 രൂപ ഗ്രൂപ്പിൽ ചോദിച്ചതൊക്കെ എങ്ങനെ 100 രൂപ അങ്ങനെ. ഇതെന്താ വെച്ചാല് പൈസ എടാ ഒന്നാന്താ വെച്ചാല് മാലിക് പൈസക്ക് വേണ്ടിട്ട് വന്നതല്ല എന്നുള്ള രീതിയിൽ മാലിക് ഓന്റെ ലൈവില് പറഞ്ഞു. അങ്ങനെ ഓ 1 മാസം എന്നുള്ള രീതിയിൽ ഓൻ പറഞ്ഞു പൈസക്ക് 100 കണക്ക് പറഞ്ഞോ? അങ്ങനെ സീരിയസ്ലി? പിന്നെന്താ ഇപ്പം പറഞ്ഞു എന്താ വെച്ചാൽ പൈസക്ക് പോകേണ്ട ആവശ്യം എനിക്കില്ല, ഞാൻ ഫാമിലി കുറച്ച് സെറ്റിൽഡ് ഫാമിലിയാണ്, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ വിചാരിച്ചാൽ എനിക്ക് ഇപ്പൊ ലക്ഷങ്ങൾ കൊണ്ടുവന്നരാനൊക്കെ എനിക്ക് ആൾക്കാരുണ്ട് എന്നുള്ള രീതി അത് ഒരു കൊളോക്കിയലി പറഞ്ഞതാണ്. അത് അങ്ങനെ അത് മാലിക് പറഞ്ഞു ഓന്റെ ലൈവില് പൈസക്ക് വേണ്ടി എനിക്ക് MRG പോകേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം അത് കാസ്ട്രോ അതില് ഗ്രൂപ്പിൽ 100 രൂപ അവൻ ചോദിച്ചത് ഒരു ദിവസം. അപ്പം കാസ്ട്രോ അയച്ചു കൊടുത്തു പറഞ്ഞിട്ടുള്ള സ്ക്രീൻഷോട്ടൊക്കെ കാണിച്ചു തന്നു. വാട്ടവർ അത് അങ്ങനത്തെ ഒരു സംഭവം അതൊക്കെയാണ് മനസ്സിലായോ. പറ്റ ഡൗൺ ആ മാലിക്, അതാ പ്രശ്നം. അങ്ങനത്തെ നമ്മളാരിവിടെ പൈസ കൊടുത്തുകൊണ്ടൊന്നല്ല, നമ്മൾ അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നീ അത് നമുക്ക് അല്ലാതെ തന്നെ നല്ല നല്ല ഇത്ര റിക്രൂട്ട്മെന്റ് ചോദിക്കുന്നുണ്ട്. ഇവന്റെ കേസിൽ നമ്മൾ ഇത് ഇങ്ങനത്തെ ഒരു തലവേദന കേസ് വരും എന്ന് അറിയുമെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത് എടുക്കാനല്ല, മനസ്സിലായി? നമുക്ക് KVA എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ സിംഗിളല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല കാസ്ട്രോ അങ്ങനെ പറയുന്ന, എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒന്ന് കണ്ടോട്ടെ. എന്നിട്ടോ അല്ലെങ്കിൽ KVAയുടെ സൈഡിൽ നിന്നിട്ടോ വന്നിട്ടുണ്ടോ? ഇല്ല. കാരണം കൊച്ചാപ്പി ഇപ്പൊ ഒരാഴ്ച മുന്നേ ഉള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് മാലിക്കിന് ഹേറ്റ് വന്നു? അല്ലെങ്കിൽ മാലിക്കിന് ഈ ഒരു ഇത്രയും ഒരു റേജ് അല്ലെങ്കിൽ ഇത്രയും ഒരു ഇഷ്ടപ്പെടാത്ത കേസ് മാലിക്കിന്റെ കേസിൽ വരുന്നു? എന്താണ് നിങ്ങൾ പറയാം? ഇപ്പൊ ഈ പറയുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഇവനെ ഇതാക്കിയിട്ട്, അതായത് എന്തിന് KVAക്കാർ ഇത്രയും ഹെയ്റ്റ് ഉണ്ടാക്കുന്ന, ഒരാൾ പോയതല്ലേ, ഒരാൾ ബെറ്റർ ഗ്യാങ്ങിൽ കയറിയതല്ലേ എന്ന് പറയുന്ന ആൾക്കാർ പറയാനുള്ള ഉത്തരം പറയും. എന്തുകൊണ്ട്? അതായത് ഇപ്പൊ കൊച്ചാപ്പി ഇതിനു മുന്നേ കയറിയിട്ടുണ്ട്. അവനേക്കാളും ഗൺ പവർ ഉള്ള ഒരാളാണ് കൊച്ചാപ്പി. എന്റെ ഒരു ഇത് ശരിയാണല്ലോ. അതായത് ഗൺ പവർ കേസിലാണ് കൊച്ചാപ്പി അടിപൊളി ഗൺ പവർ ആണ് മാലിക്കിനേക്കാൾ. സ്റ്റിൽ നമുക്ക് ആ ഒരു പ്ലെയർ പോയി. നമ്മൾ ഇതേപോലെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ ഗ്യാങ്ങിലുള്ള ആൾക്കാർ പബ്ലിക്കായിട്ട് വന്നിട്ട് അങ്ങനെ എന്തെങ്കിലും അവൻ മസികറി അവന് ശരിയല്ല, അവന് കമ്മിറ്റ്മെന്റ് ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടോ? എന്റെ കാര്യം അങ്ങനെ പറയാം. അവർക്കൊന്നും ഇല്ലാത്ത ഹീറ്റ് എന്തുകൊണ്ട് മാലിക്കിന് കിട്ടുന്നു, അല്ലെങ്കിൽ മാലിക്കിന് എന്തുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ള KVA ഫാൻസ് ആണെങ്കിൽ എന്തുകൊണ്ട് മാലിക്കിന് ഇത്രയും ഹീറ്റ് കൊണ്ട് അവരുടെ ദേഷ്യം അല്ലെങ്കിൽ അവരുടെ അതിന്റെ ലൈവ് അല്ലെങ്കിൽ അവിടെ ബാക്കിലോട്ട് പോയി കാണിക്കുന്നുണ്ട്. കാസ്ട്രോക്ക് നമ്മളോടല്ലടാ പ്രശ്നം, മാലിക്കിനാ പറയുന്നത്, മനസ്സിലാവോ? നമ്മളെയോ MRGനൊന്നും പറയുന്നില്ലല്ലോ. എന്തുകൊണ്ട് ഈ പറയുന്നത് പറയണൊന്നുമില്ല. ഞാൻ പറഞ്ഞുതരാം. എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്റെ പെർസ്പെക്ടീവ് പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞുതരാം. ഈ ഒരു സംഭവം മാലിക് ഗ്യാങ്ങിൽ നിന്ന് KVA ഇറങ്ങി എന്ന് പറഞ്ഞ് ഞാൻ ഗ്രൂപ്പ് 2 ഗ്രൂപ്പ് ഉണ്ട്, ഗ്യാങ്ങിന്റെ ഗ്രൂപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ലീഡേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്. ഈ ലീഡേഴ്സ് ഇതിൽ പറഞ്ഞു അത് ഞാൻ കണ്ടപ്പോഴും എനിക്ക് പ്രത്യേകിച്ച് ഒരു പുതുമയൊന്നും തോന്നില്ല. കാരണം ഓൾറെഡി നമ്മുടെ ഗ്യാങ്ങിൽ കുറെ പേര് പല ടൈമിലായിട്ട് പോയിട്ടുണ്ട്. സോ അങ്ങനെ ഒരാളെ പോയി, അതിൽ കൂട്ടത്തിൽ ഒരാളെ പോയി, അത്രയ്ക്ക് തോന്നിയുള്ളൂ. സോ അതിൽ ഞാനൊരു നെട്ടാനോ അല്ലെങ്കിൽ ഒരു സംഭവിച്ചോ എടാ ആരോ കാസ്ട്രോന്റെ ചാറ്റിൽ പോയിട്ട് സൂപ്പർ ചാറ്റ് ചെയ്ത് 100 രൂപ എനിക്ക് തോന്നില്ല. പക്ഷേ ഞാൻ അപ്പൊ എന്റെ മൈൻഡിൽ ഉണ്ടായ ശരി, അതായത് എന്റെ മൈൻഡ് ഞാൻ ഈ മാലിക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ കേട്ട എന്താണെന്നോ ഇതാണെന്ന് എനിക്കറിയില്ല. എനിക്കറിയുന്ന വെച്ചിട്ട് കാസ്ട്രോക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. കാസ്ട്രോ എന്ന് പറഞ്ഞാൽ പണ്ട് എന്നെ ഹെൽപ്പ് ചെയ്ത ആളാണ്. ഞാൻ പണ്ട് എൻ്റെ സ്ട്രീമിംഗ് സെറ്റപ്പ് എല്ലാം പോലീസ് കൊണ്ടുപോയപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അപ്പോൾ 2-3 ലക്ഷം റുപ്യ വിലയുള്ള സാധനം ലാപ്ടോപ്പ് എനിക്ക് അപ്പം അയച്ചു തന്നു. 2 ആഴ്ചത്തേക്ക് ആണെങ്കിൽ പോലും അതെനിക്ക് തന്നതാവും, മനസ്സിലാവും. അപ്പൊ 100 റുപ്യക്ക് വേണ്ടിട്ട് അവരങ്ങനെ കണക്ക് പറയാൻ എനിക്ക് തോന്നില്ല. അത് നിങ്ങൾ ഇതെന്താ വെച്ചാല് ഇവൻ പൈസക്ക് ഇവന് അത്ര പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പം ഇവന് പൈസക്ക് പ്രശ്നമുള്ളത് പൈസക്ക് പ്രശ്നമില്ല പറഞ്ഞപ്പം പണ്ട് 100 റുപ്യ ചോദിച്ചത് കാണിച്ചതായിരിക്കും. അങ്ങനെ അവിടെ ഇതിന്റെ പേരിൽ ഏറ്റു കൊടുക്കേണ്ട കാര്യമില്ലടാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് വിടാ, ഇത് പ്രശ്നമല്ല, ഇത് പ്രശ്നമില്ല. എനിക്ക് ജസ്റ്റ് ഇത് ആരോ ചാറ്റിൽ വന്നിട്ട് പറഞ്ഞു കാസ്ട്രോ മോക്കിങ് MRG അങ്ങനെ എന്തോ പറഞ്ഞു, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല.
ഗ്യാങ്ങിന്റെ ഗ്രൂപ്പിൽ ഞാൻ ഒരു മെസ്സേജ് ഇല്ല, അതായത് അവരുടെ മോശം വരുന്ന അല്ലെങ്കിൽ ഒന്നും ഒരു മെസ്സേജ് ഇല്ല, അതായത് അതിനെ കുറിച്ചുള്ള ഒരു മെസ്സേജ് ഞാൻ ഇതിനെ കുറിച്ച് ഞാൻ ഗ്രൂപ്പിലിട്ടില്ല. എന്നിട്ടും ഞാൻ ഓക്കെ, അതായത് ഒബ്വിയസ്ലി കെവിനേക്കാളും ബെറ്റർ ഗ്യാങ് ആണ് MRC. അതായത് അവൻ അതിലോട്ട് കയറുകയാണെങ്കിൽ അവന്റെ ഒരു വ്യൂഷിപ്പ് വൈസ് ആണെങ്കിലും അവന്റെ ഒരു കരിയർ വൈസ് ആണെങ്കിലും എല്ലാം കൊണ്ട് അവന് ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആണ്. സോ അവനത് അവൻ മീറ്റിംഗ് അല്ലെങ്കിൽ അവന്റെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്, ബെസ്റ്റ് ഓഫർ ആണ്. സോ അവൻ MRC ഓപ്പർച്യൂണിറ്റി അവൻ അത് കയറി പോയി. ഓക്കെ, അത് ഓക്കെ മനസ്സിലാക്കാം. അങ്ങനെ പോയി എന്ന് പറയുകയാണെങ്കിൽ അത്രേ ഉള്ളൂ. അതങ്ങനെ അത് ഞാൻ റെസ്പെക്ട് ചെയ്തു. കാരണം എല്ലാവരും അദ്ദേഹം നമ്മൾ യൂട്യൂബ് ചെയ്യുന്നത് അവരുടെ ഒരു കരിയർ ഗ്രോത്തിന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സോ അങ്ങനെ അവനത് പോയി എന്ന് പറയുകയാണെങ്കിൽ അവൻ അങ്ങനെ പോകാൻ വേറെ ലൈഫ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ട്, ബെറ്റർ കരിയർ ഗ്രോത്തും കാര്യങ്ങളും എല്ലാം ആക്കി പോകാൻ പറയുകയാണെങ്കിൽ ഓക്കെ മനസ്സിലാക്കാം, അണ്ടർസ്റ്റാൻഡ്. അറ്റ്ലീസ്റ്റ് നമുക്ക് പറയുന്ന കേസിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ആണ്, അതായത് അവന്റെ ഒരു ബെറ്റർ ഫ്യൂച്ചറിന് കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിൽ ഏതോ ഞാൻ ലൈനൊക്കെ പോയതോ ഇത് അതിൽ ഇതിൽ എന്നിട്ട് അതിൽ എനിക്ക് സൈക്കിൾ സംഭവം വെച്ചാൽ അദ്ദേഹത്തിന് കുറേ മണി എന്നുള്ള ചാനൽ വന്നപ്പോൾ അവനൊരു മാസം ഡയലോഗ് തരിക്കുന്നത്. അതായത് എന്തായിരുന്നു ഞാനത് തരാം, ഒരു മിനിറ്റ് വെയിറ്റ്, ഞാനത് ഇതാക്കി തരാം, ഞാൻ കേൾപ്പിച്ച് തരാം. ഞാൻ ലൈവ് കാണിക്കുന്നില്ല, കേൾപ്പിച്ച് തരാം ആ സംഭവം എവിടെ ഇരുന്നത്. ഒരു ഞാൻ ഇതാക്കി അത് കണ്ടപ്പോൾ എനിക്ക് അതെന്തോ എനിക്ക് ബാക്കിയുള്ള മാസാക്കാൻ വേണ്ടിയിട്ടാണോ എന്താ കാരണം ഞാൻ കേൾപ്പിച്ച് തരാം. മനസ്സിലാക്കി എനിക്ക് എന്തിനാണ് പൈസ ആവശ്യം? നിങ്ങൾക്ക് ആരെങ്കിലും എന്റെ താരത്തിൽ കളിക്കാൻ പറ്റും, നിങ്ങൾ കളിക്കേ. എനിക്ക് പൈസ ഞാനത് ഞാൻ പറഞ്ഞ ഞാൻ പാർട്ടിയാണ് യൂസ് ചെയ്തിട്ടാണ്, എനിക്കെൻ്റെ ആവശ്യമില്ല, മനസ്സിലായില്ലേ? എനിക്ക് പിന്നെ മെയിനായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമാണ് പൈസയുടെ പിന്നാലെ പോയി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ പൊന്ന് ടീംസേ, എനിക്ക് പൈസയുടെ യാതൊരു കുറവും എൻ്റെ വീട്ടുകാരെനിക്ക് വരുത്തി വെച്ചിട്ടില്ല, മനസ്സിലായി? എനിക്ക് യാതൊരു ബാധ്യതകളും ഇല്ല, യാതൊരു പ്രശ്നങ്ങളും ഇല്ല എനിക്കിവിടെ. എനിക്ക് പൈസയുടെ യാതൊരു ആവശ്യമില്ല, മനസ്സിലായില്ലേ? എനിക്ക് പൈസയുടെ ആവശ്യമില്ല, നിങ്ങളത് മനസ്സിലാക്കി. അപ്പൊ ഭാവിയില് മറിച്ച് ബൂട്ട് ക്യാമ്പ് വരുന്നുണ്ടെ മാലിക്കിന്റെ സാലറി കെട്ടാനാ പൈസന്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞ പൈസന്റെ ആവശ്യമില്ല കേട്ടോ. അല്ല, അഥവാ ബൂട്ട് ക്യാമ്പിൽ മാലിക്ക് ഇൻക്ലൂഡ് ആകുന്നുണ്ടെങ്കിൽ മാലിക്കിന്റെ സാലറി ഇത് പറയുമ്പോ കളിക്കാൻ പറ്റുന്ന നിങ്ങൾ തെളിയിക്കേ. എനിക്ക് പൈസയുടെ ഒരു ആവശ്യമില്ല, പൈസ കണ്ടിട്ട് എനിക്ക് പോകേണ്ട ആവശ്യം. ഇന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇന്ന് ലക്ഷങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ എടാ ഇത് അല്ലല്ല ഗ്യാങ് ഹൗസിന് പണിയാൻ വേണ്ടിട്ട് എത്രയാ 65,000 70,000 അങ്ങനെ എത്ര 75 എത്രയാ ഷെയ്ക്ക 65 70 അങ്ങനെ എന്തോ 80,000 അത് മാലിക്ക സ്പോൺസർ ചെയ്യല്ല അല്ല ലക്ഷങ്ങൾക്ക് വരില്ല. നമ്മളൊന്നും പൈസ ഇറക്കണ്ടല്ലോ. എടാ ഒരു സൈഡിൽ ഇത് കിട്ടി അവരിങ്ങനെ ഇരിക്കുക. സീരിയസല്ല, തമാശ അറിയാത്തോണ്ടാട്ടോ ഇവരിങ്ങനെ. ഇത് പറഞ്ഞപ്പോൾ അവിടെ ചാറ്റിൽ ഫുള്ള് മാസ്റ്റർ റിച്ച് മാലിക് മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷേ ഇവരെന്തിനെ പറഞ്ഞത് ഓക്കെ, ഇത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ ഒരു ഡൗൺ സ്റ്റേജിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ക്യാഷ് മറ്റേ റവന്യൂസ് ആണ് എല്ലാ ദിവസവും ഞാൻ ഡൗൺ സ്റ്റേജിലാണ്. അപ്പോൾ അങ്ങനെ ഇതാക്കേണ്ടത് അങ്ങനെ ഓക്കെ. എനിക്ക് ഇപ്പോൾ മാലിക് പറയാൻ ഇപ്പോൾ എക്സാമ്പിൾ എൻ്റെ ഒരു ഡൗൺ സ്റ്റേജിലാണ്, അല്ലെങ്കിൽ എനിക്ക് ബെറ്റർ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയി MRC ഒന്നുകൂടി നല്ല രീതിയിൽ ഓഫേഴ്സും അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ബെറ്റർ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും. സോ അതുകൊണ്ട് ഞാനത് പോയി എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ അവൻ്റെ ഒരു കരിയറിൻ്റെ ഒരു അപ്ഡേറ്റ് എന്ന രീതിയിൽ പോയി പറയാം. ഇവന് ഇങ്ങനെ പറഞ്ഞത് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഈവൻ കുറച്ചാലും മുന്നേ ഗ്രൂപ്പിൽ ഇതേപോലെ ഫുഡ് കഴിക്കാൻ എൻ്റെ പൈസ പോലും ഇല്ല, ആരെങ്കിലും ഫുഡ് കഴിക്കാനുള്ള ഒരു പൈസ അയച്ചു തരുമെന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിലിട്ട് ഞാനാണ് അവന് ഈ ഇതുണ്ടോ ഞാനാണ് അവന് പൈസ അയച്ചു കൊടുത്തത്. അത് 100 രൂപ ചെറിയ എമൗണ്ടാണ്. പക്ഷേ ആ 100 പോലും അവനെ എടുക്കാല്ല. ഫുഡ് കഴിക്കാൻ പൈസ ഇല്ല, എനിക്ക് ഫുഡ് കഴിക്കാൻ പൈസ തരുമെന്ന് വരെ ചോദിച്ചാണെന്ന് പറഞ്ഞാൽ എനിക്ക് പൈസക്കൊന്നും ഒരു കുറവില്ല, എനിക്ക് ഞാൻ റിച്ചാണ്, എനിക്ക് ഒരുപാട് ലക്ഷങ്ങൾ അമ്മാനാടുന്ന ആൾക്കാരാണ്. അവൻ പറഞ്ഞ സംഭവമാണ്. അതായത് എൻ്റെ ഫുഡ് കഴിക്കാൻ പോലും പൈസ ഇല്ല, എനിക്ക് ആരെങ്കിലും ഫുഡ് കഴിക്കാൻ പൈസ അയച്ചു തരുന്നത് ഞാനാണ് അവന് ഗ്രൂപ്പിലോട്ടാണ് ഞാൻ അവന് ക്യാഷ് അയച്ചു. ഞാൻ ഇത് താങ്ക് യു ചേട്ടാന്ന് പറഞ്ഞ അയച്ചെന്ന് ഇതാണുള്ളത്. അപ്പൊ ഇങ്ങനെ പറയുന്ന ആൾ ഇന്ത്യയാണ് ഇതില്ലെങ്കിൽ പിന്നെ വെറുതെ ആൾക്കാരെ ഷോ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പറയേണ്ട ആവശ്യം, അല്ലെങ്കിൽ എനിക്ക് പൈസ ആവശ്യമില്ല, ഇതില്ല ഇത് ഇതാക്കേണ്ട ആവശ്യമില്ല. ബ്രോന്റെ കരിയറിനാണ് പോയെങ്കിൽ അത് പറയാം, അത് പറഞ്ഞിട്ട് പൊക്കോ, അല്ലെങ്കിൽ അത് പറയട്ടെ ഓക്കെ. കെ മെമ്പേഴ്സ് അതിന്റെ ആവശ്യമില്ല, അങ്ങനെ പറഞ്ഞ് ഇടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എനിക്ക് എന്റെ ഒരു കരിയറിന് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് ബെസ്റ്റ് ഓപ്ഷൻ കിട്ടാൻ വേണ്ടി ഞാൻ പോയി. ഇനി ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ പറഞ്ഞു വെച്ചാൽ ഇനി അതിൽ കണ്ടു വെച്ചാൽ ഇതേപോലെ ഇപ്പോൾ റൊണാൾഡോ വരെ ഇത് പറഞ്ഞു, അതായത് റൊണാൾഡോ വരെ ക്ലബ്ബ് മാറുന്നുണ്ട്. അപ്പൊ പിന്നെ ഈവൻ ഒരു ഗെയിമിൽ ഒരു ഗ്യാങ് മാറി വെച്ചിട്ടുണ്ട്. ഇവൻ സൂയല്ലേ, അതറിയില്ല എന്റെ പേരൊക്കെ സൂയി മാലിക്കാണ്. എടാ മാലിക്ക, ഞാനൊരു ഡൗട്ട് ആയിക്കട്ടെ. നീ ഇപ്പം ഹിറ്റ്മാനോട് പറഞ്ഞ സമയത്ത് നീ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ഒരു ഫ്യൂച്ചർ ഉണ്ട്, അത് പോകുന്ന നല്ലതായിരിക്കും എന്നുള്ളത്? നീ ഹിറ്റ്മാനോട് ആ സ്ക്രീൻഷോട്ട് റിയലാണോ മാലിക്? അത് ഒമ്മിക്ക് 10 മാസം 10-9 മാസം ആണോ? നീ ഫുഡ് കഴിക്കാൻ പൈസ ഇല്ലാന്നിട്ടാണ് ചോദിച്ചത് ശരിക്കും? അതെന്താണെന്നറിയോ, സത്യം പറഞ്ഞാ അത് ക്ലാരിഫൈ ചെയ്യാന്നിട്ട് നിന്നാണ്. പറഞ്ഞുതരാം. ഒരു ടൈം ആവുമ്പോ വീട്ടിൽ നിന്ന് ചോദിക്കല് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാര്യം പൈസ ഒക്കെ തരണേന്നല്ല, ആ ഒരു നമുക്കൊരു ഫീല് വരുമല്ലോ, ഒരു ആമ്പിളേരാണ് അറിയാം. അപ്പൊ വീട്ടിൽ നിന്ന് കൊറേയൊക്കെ ചോദിക്കുമ്പോ നമുക്ക് തന്നെ ഒരു ബാഡാവും. ആ ടൈമില് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചിട്ട് ബുദ്ധിമുട്ടല്ല സത്യം പറഞ്ഞ. ആ ടൈമിൽ നമ്മൾ ചോദിക്കും, ഒട്ടുമില്ലാണ്ടായപ്പോ ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇല്ല എന്നല്ല പറയുന്നത്,
മനസ്സിലായി. പിന്നെ ഞാൻ മറ്റേ കാര്യം പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തില് അവരുടെ പറച്ചിലായിട്ടൊരുമാതിരി ദരിദ്രനാണെന്നുള്ള സംസാരത്തിന്റെ ഇതിനെ മാത്രം സംസാരിച്ചാണ്. അല്ലാത്ത എനിക്ക് ഞാനത് ഒരാളെയും മോക്ക് ചെയ്ത് പറഞ്ഞല്ല, കെവിനെ മോക്ക് ചെയ്ത് പറഞ്ഞല്ല, ഇതിനെ മോക്ക് ചെയ്ത് പറഞ്ഞല്ല. ഞാൻ എന്റെ ഒരു സിറ്റുവേഷൻ പറഞ്ഞ അത് ഞാൻ വ്യൂവേഴ്സിന്റെ അടുത്ത് പറഞ്ഞാണ്. എന്റെ ഇതിലെ അബോധം പറഞ്ഞ ടീംസിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ കാര്യമുള്ളത്. അല്ലാതെ ചെയ്യേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ കെവിയുടെ ഇതിലെ ഒരു നിമിഷം മാസം കയറിപ്പോയാലാ സ്ക്രീൻഷോട്ട് ഒന്നും പുറത്തുവിടല്ലേ തൊപ്പി. പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാത്ത പക്ഷെ അത് നേരെ തിരിച്ചുകൊണ്ട് ഒരു സമയത്ത് ഞാൻ പറഞ്ഞെ ഇപ്പോഴും എന്റെ വീഡിയോ ഉണ്ട്. ഒരു സമയത്ത് മാക്കിന്റെ അക്കൗണ്ട് ബാലൻസ് 15,000 ഉള്ള സമയത്ത് എന്റെ അക്കൗണ്ട് ബാലൻസ് 10,000 ആയിരുന്നു. അങ്ങനെ ഒരു ടൈം ഉണ്ടായിരുന്നു. മനസ്സിലായോ? ഇതെല്ലാം ഒരാൾ ഓരോ ടൈം ഡൗൺ ആയിരിക്കും, ചില സമയത്ത് അപ്പാവും ഡൗൺ ആവും. അതെല്ലാം ടൈമില് മാറുന്ന കാര്യങ്ങളാണ്. അത് എനിക്ക് തോന്നുന്നില്ല ലൈവില് സംസാരിക്കേണ്ട കാര്യം എനിക്കറിയില്ല കേട്ടോ. എന്താണ് വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഇതെന്താണ് പോകുന്നത്? ബ്രോ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഇതിപ്പോ വേറെ ആൾക്കാർ നമ്മുടെ മുന്നേ പറഞ്ഞാൽ കൊച്ചാവര് പോയിട്ട് അവരൊന്നും പോകുമ്പോൾ ഉണ്ടാവാത്ത ഹേറ്റ് എന്തുകൊണ്ട് വന്നു? കാരണം ഇവരാരും ഈ റൊണാൾഡോ ആണെങ്കിലും ഇതേപോലെ തന്നെ വന്നിട്ട് ഞാൻ ഈ ഒരു ക്ലബ്ബിൽ മാത്രമേ കളിക്കുള്ളൂ, എന്നെ ഈ ക്ലബ്ബിൽ നിന്ന് പുറത്താക്കാത്തോളം കാലം ഞാൻ ഈ ക്ലബ്ബിൽ നിന്ന് ഞാൻ പോകില്ല. അതായത് ഞാൻ ലിറ്ററലി ഞാൻ ഇത് മനസ്സിലാക്കാം, ഞാനൊരു സാധനം മനസ്സിലാക്കാം. എനിക്ക് ഇതും കൂടെ കണ്ടിട്ടാണ്, അതായത് ഇതെനിക്കൊന്നും ഒരാഴ്ച എന്തായിട്ടുള്ളൂ, ഒരാഴ്ച എന്തോ ആയിട്ടുള്ളൂ. ഇതും കൂടെ കണ്ടിട്ട് പറ മാലിക്കിന്റെ ലൈവത്തെ എന്തുകൊണ്ടും എനിക്ക് ഞാൻ നിങ്ങൾ വിചാരിക്കണമല്ലോ ഒരു ഗ്യാങ്ങായിട്ട് അറ്റാച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഗ്യാങ്ങിന് വിട്ടുവരാൻ ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് കെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ര ആഗ്രഹിച്ച് ആത്മാർത്ഥത്തോട് കൂടിയിട്ട് അത്രയും ടൈം ഹാർഡ് ചെയ്തിട്ട് അത്ര എന്റെ ലൈഫിൽ അത്രയും ഇമ്പ്രൂവ് ആക്കാൻ പറ്റുന്ന എല്ലാ സൈഡിലും ഒരു ഗെയിമിന്റെ ഇപ്പൊ ഒരു പെണ്ണുമായിട്ട് നമ്മള് പ്രണയത്തിലുള്ളപ്പോ എങ്ങനെയായിരിക്കും? നമുക്ക് ഓളായിരിക്കും വേൾഡ് അല്ല, ഓളായിട്ട് മരിക്കുന്നവരെ ഓളം വെച്ച് ജീവിക്കാൻ തന്നെ നമ്മൾ വിചാരിക്കും. പക്ഷെ ബ്രേക്കപ്പ് ആകുമ്പോ അങ്ങനെയല്ലല്ലോ, നമ്മളിത് മാറില്ല. മനുഷ്യനാകുമ്പോ അതും മൈൻഡ് മാറുന്നത് അതെല്ലാം നോർമൽ, ഇതെല്ലാം നാച്ചുറൽ ആണ്, ഇതെല്ലാം നോർമലാ. ഇതെന്ത് ഇത്ര വലിയ എനക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഇമ്പ്രൂവ് ചെയ്തിട്ട് ഇതെന്ത് തേങ്ങാന്നുള്ളതിൽ അന്തം വിട്ടതാണ് ആ റീസൺ ഇന്ന് ലൈവ് ഒന്ന് പറഞ്ഞ സംഭവം. അതെന്ത് കിണ്ടി റീസണുകൾ കാണാത്തവരാണ്. അത് ആ പറഞ്ഞ റീസണാണ് എന്റെ കിളി പോയത്. അതായത് ബ്രോ ഇതിന് കണ്ടിന്യൂഷൻ അടിക്കാനോ ഇതിന് ഇവരെ കളിയാക്കി 2 മാസം അടിക്കാനോ ഒന്നും ഞാനില്ല. എനിക്ക് ഞാൻ ഇപ്പൊ എന്ത് പറഞ്ഞാലും ഞാനൊരു കാര്യം പറഞ്ഞാൽ ഈ നിമിഷം ഞാൻ എന്ത് പറഞ്ഞാലും കാസ്ട്രോ ഹേറ്റ് പോകുമെന്ന് എനിക്കറിയാം. ഞാൻ ഒരു അക്ഷരം ഇതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. ഇത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. ഇത് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇത് ഞാൻ സ്കിപ്പ് കളിയാക്കുന്ന പോലെ എനിക്ക് ലിറ്ററലി കണ്ടപ്പോൾ തോന്നിയത്. ലൈക്ക് ഇത്രയുള്ള എംആർസി കാരണം ഇത്രയുള്ളൂ എന്റെ മുന്നിൽ എംആർസി ലൈക്ക് ലിറ്ററലി പറയാണ്ട് പറയുന്ന രീതിയിലാണ് അവൻ അതങ്ങനെ പറഞ്ഞത്. ലൈക്ക് അതൊരു റീസൺ ആണെന്ന് അറിയുന്നില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ചെറുപ്പം തൊട്ടേ കുട്ടിക്കാലം വരെ നിങ്ങൾ കളിച്ച് ഒപ്പം കളിച്ചുള്ള നിങ്ങളുടെ ഫ്രണ്ട് അല്ലെങ്കിൽ കൂട്ടുകാർ നിങ്ങൾ ഒരുമിച്ചാണ് എപ്പോഴും ഒരുമിച്ച് പഠിക്കാറുള്ളത് അല്ലെങ്കിൽ ഒരുമിച്ച് കളിക്കാറുള്ളത് എല്ലാം പോകുന്നു. അപ്പുറത്തും അപ്പുറത്തുള്ള ഒരു ടീമിൽ അല്ലെങ്കിൽ അപ്പുറത്ത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഓപ്പോസിറ്റുള്ള ഒരു ഗ്യാങ് ആ ഒരു ഗ്യാങ്ങിൽ സംസാരിക്കാൻ പോയപ്പോൾ അവനെ മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ട് എനിക്ക് ഈ കളിച്ചു അതുകൊണ്ട് ഞാൻ ആ ഗ്യാങ്ങിൽ വരുന്നു. അപ്പോൾ ഇത്രയും കാലം നമ്മുടെ കൂടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇത്രയും കാലം നമ്മുടെ ഒപ്പം നമ്മുടെ കമ്മിറ്റ്മെന്റിൽ നമ്മുടെ ഒപ്പം ഒരുമിച്ച് നമ്മുടെ സന്തോഷത്തിലെല്ലാം നിന്നിട്ടുള്ള ആൾക്കാരെ അങ്ങോട്ട് ചവിട്ടി തള്ളിയിട്ട് ഇതേപോലെ ഇതുവരെ പുതിയ ചവിട്ടിത്തള്ളാണോ? നീ അവരെ മോശം പറഞ്ഞില്ലല്ലോ. ഇതില് ചവിട്ടി തള്ളുന്ന ഞാൻ അറിയാൻ പറ്റും. ഇത്ര ഇതിനെക്കാളും വലിയ കമ്മിറ്റ്മെന്റ് ഉള്ള ടി വിയിലെല്ലാം എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര ബോണ്ടിങ് ഉള്ള പ്ലേയേഴ്സ് ഇറങ്ങി വേറെ ഗ്യാങ് കയറി അല്ലേ? ഇതെല്ലാം നോർമൽ, ഇത് നാച്ചുറൽ, ഇതൊന്നും സംസാരിക്കേണ്ട വിഷയമല്ല. അപ്പാപ്പൻ നമ്മുടെ കെവിയുടെ ഗ്യാങ് ഇപ്പൊ ഗ്യാങ്ങുള്ളവർക്കാണ് ഇപ്പൊ വാസ്കോ വെച്ചാൽ ഞാൻ ഇതിൽ എന്റെ പേരിട്ടില്ല. അതുണ്ടെങ്കിൽ ഞാൻ ഈ ലൈവ് വരില്ല, ലിറ്ററലി ഞാൻ ലൈവ് വരില്ല. കാരണം കരിയർ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാം നമുക്ക് ഇറങ്ങാവും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാലിക്, ഇത് ക്ലോസ് ചെയ്യട്ടെ ചാറ്റ്. ഇത് കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം ഞാൻ എന്തേലും വിളിച്ച് പറയും. വെറുതെ ഓനും കൂടി എനക്ക് അങ്ങനെ താല്പര്യം ഇല്ലടാ. എനിക്ക് വേറൊരാളെ കരിയർ നശിപ്പിച്ചിട്ട് വിട് പോട്ടെ. ഞാൻ പറയുന്നത് അത് കഴിഞ്ഞു എന്ന് വിചാരിക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരാളെ ഗ്യാങ്ങിൽ എടുക്കാനുള്ള പ്രൊസീജിയർ എന്താന്ന് ഇത് കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. ഷെയ്ക്ക മേക്ക മാലിക്കിനെ ഗ്യാങ്ങിൽ എടുക്കണം അത്രയും പെട്ടെന്ന്. മാലിക്ക നീ ആപ്പി നിർത്തുന്ന എമർജി കയറുന്നില്ല, കെവി കയറുന്നില്ല, അങ്ങനത്തെ ചിന്തകൾ ഞാൻ പറയുന്നത് നീ ഒന്ന് ഉറങ്ങി എണീക്ക്. മനസ്സിലാവും? നീ അല്ലെങ്കിൽ 2 ദിവസം നീ ഒന്ന് ഉറങ്ങി എണീച്ച് ശരിക്കും ഒന്ന് ആലോചിക്ക്. ഇതെല്ലാം ഒരു 2 ദിവസത്തെ ഇതൊക്കെ 2 ദിവസം കഴിഞ്ഞാൽ കാസ്ട്രോ ഇത് മറക്കും, നമ്മളിത് മറക്കും, ആൾക്കാർ ഇത് മറക്കും. മനസ്സിലാവും? ഇതെല്ലാം കഴിഞ്ഞ ദിവസമായിട്ട് അങ്ങ് വിടുക. 2 ദിവസം അങ്ങ് ഉറങ്ങി എണീക്കുക, ഒന്ന് റീഫ്രഷ് ആവുക, 2 മാച്ച് പബ്ജി കളിക്കുക. ഡിപ്രഷൻ മാറാൻ 2 മാച്ച് പബ്ജി കളിക്കുക. മനസ്സിലാവും? അത് കഴിഞ്ഞാ
വെൽക്കം ടു MRG. അത്രേ ഉള്ളൂ, മനസ്സിലാവും. അതെ അതെ അതെ. 2 മാച്ച് പബ്ജി കളി 2 കളിക്കാവൂ, ഇല്ല ഇവനെ പോലെ 2 മാസം ഒരു റൂമിന്റെ അകത്തൊക്കെ ഇരുന്നാണ് 2 മാച്ച് തോറ്റിട്ട് പ്രശ്നം 2 കളിക്കാം. ഓക്കെ, റീസൺ കേൾക്ക് എന്ന് പറയുന്നുണ്ട്. അവിടെ ഓരോ റീസൺ നമ്മൾ പറഞ്ഞല്ലോ. അവിടെ എന്താന്ന് നീ ഒന്ന് പറഞ്ഞടാ, ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത റീസൺ. റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നല്ലോ ബൂട്ട് ക്യാമ്പില്, ഗാങ് ഹൗസിൽ വന്നല്ലോ. ഗാങ് ഹൗസിൽ വന്നപ്പോ നമ്മള് കോമഡി ആയിട്ട് തുപ്പി പറഞ്ഞല്ലോ, അപ്പൊ കേവിയല്ലേ ഇതൊക്കെ പറഞ്ഞില്ലേ കോമഡി ആയിട്ട്. അപ്പൊ എനിക്കും ബോധമുണ്ട് അത് കോമഡിയിലാ പറഞ്ഞെന്നുള്ള ബോധം എനിക്കറിയാം. പക്ഷെ ആ ടൈമില് ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് എടാ ഞാനൊരു കാര്യം വേണ്ട, നമുക്ക് അല്ല ഞാൻ പറയുന്നത്, നീ ഇവിടെ വന്നു, ഈ KVL ഒരു മെമ്പർ എൻ്റെ ലൈവിൽ വന്നു, എനിക്ക് KVLനോട് എന്തെങ്കിലും ഒരു സാധനം ഉള്ളിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാസ്ട്രോനോട് എന്തെങ്കിലും ഒരു തുള്ളിയെങ്കിലും ദേഷ്യമോ ഇതോ എനിക്ക് ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ ആടെ എന്നിട്ട് ഇതാ KVLന്റെ ആളിടണ്ടാ ഹോസ്റ്റേജ് ഇതാ പിടിച്ചോന്ന് തൊട്ട് അങ്ങനെ കോമഡി ആക്കില്ല. നമുക്ക് കോമഡി ആക്കാൻ പറ്റൂല. നമുക്ക് ഒരാളോട് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ദേഷ്യമോ ഇതോ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അങ്ങനെ ഫ്രീ ആയിട്ട് ചിരിച്ചു കളിച്ച് അതിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ അത്രയും ഓപ്പൺ ആയിട്ട് അത്രയും അവരൊന്നും എനിക്ക് ഒരു ഇതും ഉണ്ടായിട്ടില്ല, മനസ്സിലായോ? നമ്മളത്രയും മോട്ടീവ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ KVA TV ആയിട്ട് വള്ളില്ല എന്നുള്ള രീതിയിലാണ് ഗ്യാങ് പോലും അതൊരു ഗ്യാങ് തുടങ്ങുമ്പോൾ തന്നെ അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രീമേഴ്സ് തമ്മിലുള്ള ഒരു ഇത് വേണ്ടെന്നുള്ള ഒരു റൂൾ ഉണ്ടാക്കിയിട്ട് തന്നെ നമ്മൾ തുടങ്ങിയത്, മനസ്സിലാവും? പിന്നെന്ന് വെച്ചാൽ കാസ്ട്രോന്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോ അതിൽ കുറച്ച് കാര്യം ഉണ്ടടാ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇല്ല ശരിയാണ്, ഞാൻ എന്താ പറ്റിയത് പറഞ്ഞു എല്ലാവരും പറയാനുള്ള ഒരു സ്പേസ് കിട്ടിയില്ല. പ്രോപ്പറായിട്ട് മെല്ലെ ചെറുതായിട്ട് സ്റ്റെപ്പ് എടുത്ത് നോക്കണേ, നീ ചാടി കയറി എടുത്ത് മെല്ലെ മെല്ലെ കൺവിൻസ് ചെയ്തിട്ട് ഇങ്ങനെ മെല്ലെ ഒരാളായിട്ട് സംസാരിച്ച്. ഇപ്പൊ ഒരു ഗേൾ ഫ്രണ്ട് ആയിട്ട് ബ്രേക്കപ്പ് ആകുമ്പോ എന്താ ചെയ്യുക? നീ ഇപ്പൊ RP റിലേഷൻ RP ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ബ്രേക്കപ്പ് ആകുമ്പോ എന്താ ചെയ്യാം? മെല്ലെ മെല്ലെ ഓരോ ഇതായിട്ട് പറഞ്ഞു അങ്ങനെ ഇതാക്കണം, മനസ്സിലാവും? അതുപോലെയാണ് മെമ്പേഴ്സിനോടൊക്കെല്ലാം സംസാരിച്ചിട്ട് പിന്നെ ഹിറ്റ്മാനോട് പോയി സംസാരിച്ചതാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഷോക്ക് ആയിട്ടുണ്ടോ? മനസ്സിലാവും? ശരിയാണ്, എന്റെ ഭാഗത്ത് തെറ്റില്ലാന്നല്ലോ, തെറ്റുണ്ടല്ലോ. എല്ലായിടത്തും പറയാനായിട്ടൊരു സ്പേസ് എനിക്ക് കിട്ടിയില്ല. അപ്പോഴേക്കും വഷളായ കാര്യങ്ങള് വിളിച്ചിട്ട് സംസാരിക്കാനാ. അതെ, നീ ഒന്ന് പ്രോപ്പറായിട്ട് ഒന്ന് സംസാരിച്ച് ഒന്ന് അപ്പോളജൈസ് എല്ലാം ചെയ്താൽ ഒന്ന് റെഡിയാക്ക്. എന്തായാലും നിനക്ക് വേണ്ടി MRGന്റെ വാതിൽ എന്തായാലും നമ്മള് തുറന്നു വെച്ചിട്ടുണ്ട്. നിനക്ക് അതെല്ലാം തീർത്തിട്ട് ഇങ്ങോട്ട് വരാം. ഓക്കെ, അപ്പൊ ഓക്കേടാ. എന്ത് പറഞ്ഞാലും ഗേൾ ഫ്രണ്ടിന്റെ എക്സാമ്പിൾ മാത്രമേ ഉള്ളൂ. എന്താടാ മേക്ക, നീ അങ്ങനത്തെ ഒരു എടാ വിളിക്കാവും. എനിക്ക് രസം പിടിച്ചടാ. തലയിലേക്ക് എടുക്കണം, പക്ഷെ അതാണ് മനസ്സിലായില്ലേ? എങ്ങനെ തലയിലേക്ക് എടുക്കണം ഇത്, ഈ സാധനം ഉള്ളിലേക്ക് ഇറക്കി വെക്കണം. അങ്ങനെ പറഞ്ഞാ ഫീൽ ആക്കണം. അതായത് അതിന്റെ അങ്ങനെയല്ലേ നമ്മള് ഡീപ്പിൽ ഇറങ്ങില്ല. ഇതെല്ലാം അഭിനയാണ്, ഇതെല്ലാം കണ്ടന്റ് ഓൺലിയാ. ഇത് ഒരു പെണ്ണുമായിട്ടൊന്നും അങ്ങനെ റിയൽ പ്രണയത്തിനൊന്നും നമ്മളില്ല. നല്ല തമാശ. എടാ എന്താ ചെയ്യുന്നത് നിങ്ങള്? എടാ ഓക്കെ, അപ്പൊ സിറ്റി കാണാം.